1642 മുതലാണ് ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത്. രാജാവിൻ്റെ സൈന്യവും പാർലമെന്റിന്റെ സൈന്യവും തമ്മിലായിരുന്നു ഈ യുദ്ധം നടന്നത്. രാജാവിന് ആംഗ്ലിക്കൻ സഭയുടെയും പ്രഭുക്കന്മാരുടെയും പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ പാർലമെന്റ് സൈന്യത്തെ പിന്തുണച്ചത് മധ്യവർഗവും പ്യൂരിറ്റൻ സഭയുമാണ്. എന്താണ് ഈ പ്യൂരിറ്റൻസ്? പ്രൊട്ടസ്റ്റന്റുകാരെ ഇംഗ്ലണ്ടിൽ അറിയപ്പെടുന്ന പേരാണ് പ്യൂരിറ്റൻസ് എന്ന്. ഇവർ കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്ത മതനവീകരണത്തിൻ്റെ വക്താക്കളായിരുന്നു. ജോൺ കാൽവിൻ്റെ അനുയായികൾ. പാർലമെന്റ് അംഗമായ ഒരു പ്യൂരിറ്റൻ നേതാവായിരുന്നു ഒലിവർ ക്രോംവെൽ. ഇദ്ദേഹം പിന്നീട് പാർലമെന്ററി സൈന്യത്തിൻ്റെ നേതാവായി മാറി. ചാൾസ് I രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിന് എതിരെ ഇദ്ദേഹം പ്രവർത്തിച്ചു. ന്യൂ മോഡൽ ആർമി എന്ന സൈന്യത്തിന് രൂപം നൽകി. 1649 ചാൾസ് I രാജാവിനെ വിചാരണ ചെയ്ത് വധിക്കുന്നതിലും ഇംഗ്ലണ്ടിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതിലും ഒലിവർ ക്രോംവെൽ വഹിച്ച പങ്ക് അത്ര ചെറുതല്ല. റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇംഗ്ലണ്ട് അറിയപ്പെട്ടത് കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ്. ഒലിവർ ക്രോംവെൽ ഭരണാധികാരിയായി മാറി. എന്നാൽ ഒരു ഏകാധിപതിയായി അദ്ദേഹം മാറുകയായിരുന്നു. ലോർഡ് പ്രൊട്ടക്ടർ എന്ന സ്ഥാനമൊക്കെ സ്വീകരിച്ച് തികഞ്ഞ ഒരു ഏകാധിപതി. ഇംഗ്ലണ്ടിലും അയർലൻഡിലും പ്യൂരിറ്റൻ മതനിയമങ്ങൾ കർശനമായി ഒലിവർ ക്രോംവെൽ നടപ്പിലാക്കി. ഇത് വളരെയധികം വിമർശിക്കപ്പെട്ടു. 1658 ഒലിവർ ക്രോംവെൽ അന്തരിച്ചു. 1660 ഇംഗ്ലണ്ടിൽ രാജാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു.